അവിടെ ഉപകരണങ്ങളില്ലാത്തത് മൂലം കാർഡിയോളജി, ഹാർട്ട് സർജറി 50-ലധികം സർജറികൾ മുടങ്ങിയിരിക്കുകയാണ്. ഹൃദയ ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ പറ്റുന്ന ശസ്ത്രക്രിയയാണോ? 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആളുണ്ടാവുമോ 2 മാസം കഴിയുമ്പോൾ? ഈ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം മരുന്നുകളില്ല, ജീവൻ രക്ഷാ ഔഷധങ്ങളില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ സമരസംഗമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ നെൽകർഷകരുടെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യും, ഇവിടുത്തെ ഖാദി തൊഴിലാളികളുടെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യും, ഇവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥകൾ നമ്മൾ ചർച്ച ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും പ്രതിസന്ധി മാർച്ച് 24-ാം തീയതി നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണ് ഷാഫി പറഞ്ഞത്. എൻ്റെ മണ്ഡലത്തിലാണ് ഒരു പട്ടികജാതി കോളനിയിലെ ഒരു കുടുംബത്തിലെ 3 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് 24 മണിക്കൂറിനുള്ളിൽ 2 കുട്ടികൾ മരണപ്പെട്ടു. ഞാൻ ആ വീട്ടിൽ പോയ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഒരൊറ്റമുറി ഓല ഷെഡ് ആണ് അവരുടെ വീട്, ഒരു ചെറിയ മുറ്റമാണ്. ആ മുറ്റത്ത് 2 ചിതയൊരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ 19ഉം 17ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ ചികിത്സ കിട്ടാതെ മരിച്ചു. അയാളുടെ നിലവിളി കാരണമാണ് ഞാൻ ആ 3ാമത്തെ 13 വയസ്സുകാരനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എൻ്റെ ചെലവിൽ ചികിത്സിച്ച് ആ കുട്ടി രക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ മറ്റു കുട്ടികളും രക്ഷപ്പെടുമായിരുന്നില്ലേ? ഈ നിരപരാധികളായ നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർ പോകുന്ന ആശുപത്രികൾ. സജി ചെറിയാൻ ഇന്നലെ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സർക്കാർ ആശുപത്രിയിൽ കിടന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ നോക്കി, ഇനി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വല്ലതുമാണോ സജി ചെറിയാൻ സർക്കാർ ആശുപത്രിയിൽ മരിക്കാൻ പോയത്? നോക്കിയപ്പോൾ നമ്മുടെ ടീച്ചർ അമ്മ, ആരോഗ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 2019-ലാണ് സജി ചെറിയാൻ പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ കിടന്ന് ഞാൻ മരിക്കുമായിരുന്നു. എന്നെ എറണാകുളത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ സജി ചെറിയാന് കഴിയും. അല്ലെങ്കിൽ അതിനേക്കാൾ കോടികൾ കൊടുത്ത് സർക്കാർ ചെലവിൽ ചികിത്സ നേടാൻ അദ്ദേഹത്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയും. പക്ഷേ തലയോലപ്പറമ്പിലെ ബിന്ദുവിന് അവരുടെ മകൾക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ ഉള്ള പണമില്ലാത്തത് കൊണ്ട് ബിന്ദു എന്തു ചെയ്തു? മകളെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. ബിന്ദു മകളെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. പിന്നെ എന്തുണ്ടായി? ബിന്ദു ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. ഞങ്ങൾ ആ വീട്ടിൽ പോയതാണ്. ബിന്ദുവിൻ്റെ അമ്മ ഞങ്ങളുടെ മുമ്പിൽ, എൻ്റെ സണ്ണി ജോസഫിൻ്റെ, അനിൽകുമാറിൻ്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ എൻ്റെ മകൾ 2 മണിക്കൂറാണ് സാറേ കല്ലിൻ്റെ മണ്ണിൻ്റെ ഇടയിൽ കിടന്നത്. ആ സ്ത്രീ ആ മണ്ണിൻ്റെ അടിയിൽ കിടന്ന്, കല്ലിൻ്റെ അടിയിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുമ്പോൾ ആ മണ്ണിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് വീണ ജോർജ് ന്യായീകരണ ക്യാപ്സൂളുകൾ വിതറിയത്. അവിടെ നിന്നുകൊണ്ടാണ് സർക്കാരിൻ്റെ ന്യായവാദങ്ങൾ നിരത്തിയത്. ആ സമയത്ത് ആ മന്ത്രിമാർ ഇവിടെ ആരുമില്ല എന്ന വാക്ക് കേട്ട് തിരച്ചിൽ നിർത്തിയത് കൊണ്ടല്ലേ ആ സഹോദരി മരണപ്പെട്ടത്? മെഡിക്കൽ കോളേജിലെ ICUവിൻ്റെ മുമ്പിലാണ് ഈ അപകടം നടന്നത്. മണ്ണ് മാറ്റിയെടുത്തിരുന്നെങ്കിൽ അവർക്ക് ജീവനുണ്ടായിരുന്നു. അവരെ നേരെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്ക് ജീവൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ജനവിരുദ്ധ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റാണ്. നാളെ പണിമുടക്കാണ്, ദേശീയ പണിമുടക്കാണ്. കോൺഗ്രസ് പാർട്ടി പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും INTUC-യോടൊപ്പം നാളെ ആ തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുക്കണമെന്ന് KPCC-ക്ക് വേണ്ടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇത്തവണ CI2-ൻ്റെ കൂടെ ചേർന്നല്ല. സാധാരണ നമ്മൾ CI2-ൻ്റെയും കൂടെ ചേർന്നാണ് കേരളത്തിലെ എല്ലാ സംയുക്ത സമരവും. നമ്മൾ ഇത്തവണ CI2 ഇല്ലാതെയാണ് കോൺഗ്രസിൻ്റെയും RSPയുടെയും ലീഗിൻ്റെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ
ഈ സമരത്തിൽ കേരളത്തിൽ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. നാളത്തെ സമരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നത് ഈ സമരസംഗമത്തിൻ്റെ ഒരു രീതിയല്ല. എല്ലാവരും വളരെ കുറച്ച് സംസാരിച്ച് ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകാതെ പോകുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നത് കൊണ്ട് ഞാനും ദീർഘമായി സംസാരിക്കുന്നില്ല. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. കൊല്ലത്ത് കശുവണ്ടി പ്രശ്നമാണ്, ആലപ്പുഴയിൽ കയറ് പ്രശ്നമാണ്, ഇടുക്കിയിൽ ഭൂമി പ്രശ്നമാണ്, ഇവിടെ കർഷകരുടെ പ്രശ്നമുണ്ട്, ഖാദി തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നം എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഈ ജനകീയ പ്രശ്നങ്ങളെ ഈ വരും ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് വളരെ താഴെ തട്ടിൽ വരെ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മവിശ്വാസക്കുറവും വേണ്ട. 2026 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരും. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് MLA-മാരുണ്ടാകും. നിലമ്പൂര് നമ്മൾ ജയിച്ചപ്പോൾ ആധികാരിക വിജയമാണ്. ഒരൊറ്റ പഞ്ചായത്തിലാണ് LDF-ന് ലീഡ് ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതാണ്? കാളികാവ് പഞ്ചായത്ത്. എത്രയാ ലീഡ്? 136 വോട്ടിൻ്റെ ലീഡാണ് ആകെ ഉണ്ടായത്. പ്രതാപേട്ടനും അതേപോലെ സിദ്ദിഖും നമ്മുടെ നേതാക്കന്മാരെല്ലാവരും, രമ്യ ഹരിദാസ് ഏറ്റവും കൂടുതൽ കുടുംബയോഗങ്ങളിൽ പോയി പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും പാട്ടുപാടുകയും എല്ലാം ചെയ്തതാണ്. ഷാഫിയും രമ്യയായിരുന്നു ഏറ്റവും കൂടുതൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തത്. അപ്പോൾ അവിടെ ആധികാരികമായി നമ്മൾ ജയിച്ചു എന്ന് പറയാൻ കാരണം അവർ ഭരിക്കുന്ന പഞ്ചായത്തിലും ആർക്കാ ഭൂരിപക്ഷം? നമ്മുടെ ശൈലജ ടീച്ചറിനൊക്കെ ചുമതലയുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി എത്രയാ നമ്മളെ ഭൂരിപക്ഷം? LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ എത്രയാ ഭൂരിപക്ഷം? 4000 ആണ്. അപ്പം നിങ്ങൾ ആദ്യം സ്വയം കോൺഗ്രസ്സുകാർ പറയുന്ന നിർത്തണം. ഒല്ലൂര് നമ്മൾ ജയിക്കില്ല, മണലൂര് എങ്ങനെ ജയിക്കാനാ, ഗുരുവായൂർ ഒരു രക്ഷയില്ല. ഈ പറച്ചിൽ നിർത്തിയാൽ ഒല്ലൂരും ജയിക്കും, മണലൂരും ജയിക്കും, ഗുരുവായൂരും ജയിക്കും, വടക്കാഞ്ചേരിയും ജയിക്കും, കുന്നംകുളവും ജയിക്കും. ഇതൊക്കെ നമ്മൾ ജയിച്ചതല്ലേ, നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നതല്ലേ. നിങ്ങൾ ഭൂരിപക്ഷം, ഞാൻ എൻ്റെ മഹത്വം എവിടെയും പറയുന്ന ഒരാളല്ല. ഒരു തവണത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഒറ്റ തവണത്തേക്ക് ഞാൻ മത്സരിക്കാൻ പോയ മണ്ഡലത്തിൽ അവിടുത്തെ LDF-ന്റെ MLA മന്ത്രിയുടെ ഭൂരിപക്ഷം 33,000 ആയിരുന്നു. കുണ്ടറയിൽ 33,000 തുടർച്ചയായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മേശുക്കുട്ടിയമ്മ ജയിച്ചു, അതിന് മുമ്പ് MA ബേബി ജയിച്ചു, അതിന് മുമ്പ് MA ബേബി തന്നെ വീണ്ടും ജയിച്ചു. അതും മന്ത്രിമാരാണ്. ബേബി വിദ്യാഭ്യാസ മന്ത്രിയായി, ഇവർ മന്ത്രിയായി. അപ്പോൾ ആളുകൾ 33,000 വോട്ട് എങ്ങനെ ജയിക്കാനാണ്? ഒരു 5,000 കുറഞ്ഞട്ടെ, എന്നാലും 28 വീണ്ടും ഒരു 5,000 കുറഞ്ഞ പിന്നെ 23 ഒരു 10,000 കുറഞ്ഞു വന്നിരിക്കട്ടെ, എന്നാലും 10,000 എനിക്കറിയായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു. 14 ദിവസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളാണ് ഞാനും സിദ്ദിഖുമൊക്കെ. സിദ്ദിഖ് 2 ദിവസം മുമ്പ് പോയി. ഏറ്റവും ഒടുവിൽ ലാസ്റ്റിൽ ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് കുണ്ടറയിൽ എൻ്റെത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഈ 1000, 10,000, 15,000 ഒരു കാര്യമില്ല. ജനം നമ്മളെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അയ്യോ ഞങ്ങളെ ജയിപ്പിക്കല്ലേ എന്ന് പറയാതിരുന്നാൽ മാത്രം മതി. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അതിനെയും പരാജയപ്പെടുത്തി ജയിപ്പിക്കാൻ ജനം തയ്യാറായി നിൽക്കുകയാണ്. കേരളത്തിലെ 30 കോൺഗ്രസ് നേതാക്കന്മാരുമായി രാഹുൽ ഗാന്ധിയുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഡൽഹിയിൽ. പ്രധാനപ്പെട്ട 30 നേതാക്കന്മാർ. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട്, അതവർ അർഹിക്കുന്നുമുണ്ട്. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. ഞങ്ങളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. ഇതൊരു ഇൻറ്റേർണൽ മീറ്റിംഗ് ആയതുകൊണ്ട് മാധ്യമങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളത്. വിനീതയൊക്കെ കുഴപ്പമില്ല, നമ്മുടെ ആളുകളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് മൂടാണ്, വലിയ തരംഗം ഉണ്ടാകും. ഞാൻ ഒരു വാചകം കൂടെ പറയും, ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം പറയാം. ഞാൻ തെലങ്കാനയുടെ ചാർജായിരുന്നു. അവിടെ നമ്മൾ ഇലക്ഷന് പോയപ്പോൾ 5 MLA-മാരാണ്, രേവന്ത് റെഡ്ഡി അടക്കം. രേവന്ത് റെഡ്ഡി MLA അല്ല, അയാൾ MP ആണ്. രേവന്ത് റെഡ്ഡി ഇല്ല. 5 MLA-മാരേ ഉള്ളൂ. അപ്പുറത്തോ 105 MLA-മാർ KCR-ന്. 105ഉം 5ഉം കൂടെ എങ്ങനെ മറിയും? മറിഞ്ഞില്ലേ? രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആയില്ലേ? ഒക്കെ മറിയുന്നേ. ജനങ്ങളുടെ ഒരു ഭരണവിരുദ്ധ വികാരം വന്നാൽ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മളെല്ലാ സീറ്റും ജയിക്കും.
ആ നാഷണൽ മീഡിയയുടെ സർവേ അതാണ്. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ 10% ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നടത്തിയ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ മോദിയുടെ ചാനലാണ്. പക്ഷെ അവർ പറഞ്ഞെന്താ, കേരളത്തിൽ LDF UDF ഒരു ഇലക്ഷൻ ഇന്ന് നടന്നാൽ 10% ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ആളുകൾ കഷ്ടപ്പെട്ടാൽ പോലും ആ ഫലം കാണാത്ത കഷ്ടപ്പാടായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. കൊണ്ട് ആ കഷ്ടപ്പാടിന് പോകണ്ട. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി നിന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ നമ്മൾ അധികാരത്തിൽ വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.